കംപ്ലീറ്റ് ഔട്ടായിട്ട് ഒരു കോമഡി അല്ല. ചില കോമഡികൾ പിന്നെ ചീറ്റി പോകുന്നുണ്ട്, ചില കോമഡികൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് ഫാമിലിയും ഇവർ തമ്മിലുള്ള പകയും അതിനിടയിൽ രണ്ട് ഫാമിലി, അതായത് ന്യൂജൻ ആൾക്കാർക്ക് അത് ആ ഒരു പക പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണ്ടിട്ട് ഈ കോടതി കയറി ഇറങ്ങി അങ്ങനെ ഒരു ലഹരിയുള്ള ആൾക്കാരുണ്ട്. ഈ മദ്യത്തിലുള്ള ലഹരി കോടതിയിലെ വ്യവഹാരങ്ങൾ നടത്തുക, അതിന് ജയിക്കുക, എന്നിട്ട് ആ കേസ് കഴിഞ്ഞ് അടുത്ത കേസിന് പുറകെ പോവുക. അങ്ങനെ ഒരു പ്രത്യേക ആംഗിൾ ഇത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ചില സീനുകൾ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നിരാശയായിരിക്കും. കാരണം ഒരുപാട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ, ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നന്നായിട്ട് പടം സീരിയസ് മോഡിലേക്കാണ് കഥ മാറുന്നത്. ഹാസ്യത്തിൻ്റെ ഒരു ഇതിലൂടെ കാണിക്കുന്നെങ്കിലും അവസാനം എന്ത് ചെയ്യുമ്പോൾ ഒരു സീരിയസ് മോഡിൽ പക ഇത്രത്തോളം വേണോ എന്ന് നമുക്ക് തന്നെ തോന്നുന്ന രീതിയിൽ. പക്ഷേ അത് അവർ കുറച്ച് സിനിമയിൽ ഒരു എക്സാജറേറ്റ് കാണിച്ചാണ്. കാരണം ഇങ്ങനെ പക കൊണ്ടുപോകുന്നവർ ഇത്രയും വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഫാമിലികളെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെയും അവൻ്റെ ഒരു വീഴ്ച കാണണം എന്ന് ആഗ്രഹിക്കും. അങ്ങനെ ഒരു ചെറിയൊരു തീമാണ് അതൊരു സിനിമയായിട്ട് എടുത്ത് പിന്നെ ഫാമിലിക്കൊക്കെ ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സാധാരണ ചിത്രമായിട്ടാണ് തോന്നിയത്. പടം വളരെ നന്നായിട്ടുണ്ട്. വിനായകനും സുരാജും തലയ്ക്കും തന്നെ പറയുന്നത് നിങ്ങൾ കണ്ടു പറയുന്നത് വളരെ നന്നായിട്ടുണ്ട് പടം. ഞങ്ങൾ നല്ലൊരു പടം തന്നു എനിക്ക് തോന്നുന്നു. വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ പാട്ടുകളെല്ലാം ഗംഭീരമാണ്. ഇത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഒരു സിനിമ എന്റെ ജീവിതത്തിലില്ല. എക്സൈറ്റഡ് ആണ്, ത്രിൽഡ് ആണ്. സോ നല്ല പടം, വളരെ നല്ല പടം. ഇവരോടൊക്കെ ചോദിക്കും അഭിപ്രായം. വളരെ നന്നായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടം. വളരെ നന്നായിട്ടെന്ന് പറഞ്ഞാൽ ആ രണ്ട് ക്യാരക്ടേഴ്സ്, ഈ ശങ്കുട്ടിയും മാധവനും നമ്മളുടെ ക്യാരക്ടേഴ്സ്, സുരാജ് വെഞ്ഞാറുമൂടും അതേപോലെ തന്നെ പിന്നെ വിനായകനും വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സുരാജിന് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. ഒരു ഗ്രാമത്തിൻ്റെ നൈർമല്യതയിൽ നിന്നിട്ട് ശ്രീകുമാർ നിർമ്മിച്ച ഈ സിനിമ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നല്ല എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഭംഗിയായ എൻ്റെ ഡയറക്ടർ സൈഡാണെങ്കിലും ശരി, ബാക്കിയുള്ള സൈഡിലൊക്കെ ആണെങ്കിലും ശരി, വളരെ ഭംഗിയായി സിനിമ ചെയ്തിരിക്കുന്നു. ഈ സിനിമ നന്നായിട്ട് വരട്ടെ, തിയേറ്റർ നന്നായിട്ട് ഓടേണ്ട സിനിമയാണ്, തീർച്ചയായിട്ടും ഓടും. നല്ല സിനിമയാണ്. സുരാജിൻ്റെയും വിനായകൻ്റെയും ഒക്കെ ഒരു എന്താണ് ഷോ ഓഫാണ് കംപ്ലീറ്റ്. കോമഡി എനിക്കിഷ്ടമായി. പിന്നെ ഒരു മെസ്സേജ് ഉണ്ട് എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ നല്ലൊരു മെസ്സേജ്, ഒരു നല്ല പെർഫോമൻസ്. താങ്ക് യു. അടിപൊളിയായിരുന്നു.